നമ്മൾ അടുത്തൊരു പാർട്ടി, ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് നമുക്ക് ഓൾട്ടോ 800 അതേപോലെ റിഡ്സിൻ്റെ നല്ലൊരു കളക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളെ സണ്ണാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി രണ്ടാലയില. രണ്ടാല പറഞ്ഞാൽ നമ്മൾ തിരൂർ റോഡിലാണ് വരുന്നത്. നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം നമ്മൾ 100-ൽ പരം വാഹനങ്ങളുണ്ട്. അതിൽ ഫുൾ ഓണിലൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ വേണ്ടിയുള്ള ബഡ്ജറ്റിൽ ഒത്തിരി നല്ല SUV-കളൊക്കെ നമുക്കൊരു ഓൾട്ടോൻ്റെ പ്രൈസിലൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. നമ്മൾ മൂന്നാമത്തെ ഒരു പാർട്ടാണ്. ഫസ്റ്റ് തന്നെ ഓൾട്ടോ 800 വൈറ്റ് ഫിനിഷിംഗ് അല്ലേ? ഓൾട്ടോ 800-ന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ല, ഇവിടുത്തെ വണ്ടി തന്നെയാണ്, തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയൊന്നും മോഡൽ കാര്യങ്ങളൊക്കെ 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്പോയിലർ കാര്യങ്ങൾ എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 2,80,000 കൊടുക്കുക. 260, 270 ലോൺ കൊടുക്കും. ലോൺ 10-15 ഉറുപ്പിക വണ്ടി ഇറക്കാം മാക്സിമം. അടുത്ത തവണ നമുക്ക് ഇതാവണു ഒരു BS6 വേരിയന്റിൽ ഒരു ഓൾട്ടോ 800 ആണ്. KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിക്കും. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടികളാണ് അല്ലേ? നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. മോഡലുണ്ട്. ചെറിയ കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ലാസ്റ്റാണ് 3 ലക്ഷം രൂപ ഫൈനൽ കിട്ടും. 3 ലക്ഷം രൂപ ഫൈനൽ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. ഫുൾ ഓൺ. അടുത്താണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ 800 ആണ്. ഇവിടെ തന്നെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,80,000 രൂപ മാക്സിമം 160 ലോൺ കൊടുക്കും. 20 ഉറുപ്പിന് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു 800 തന്നെയാണ്. 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ വണ്ടി, മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2,20,000 രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 220 അല്ലേ? ഫുൾ ഓൺ തന്നെ. അടുത്ത് വീണ്ടും ഒരു ഓൾട്ടോ 800 ആണ്. ഇത് ഏതായിരുന്നു മോഡല്? ഇത് 2013-14 റേസർ ഉള്ള വണ്ടി, വേറെ 50,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം. 1,80,000 കൊടുക്കാം. ഒരു 160 കണ്ടിട്ട് ലോൺ ചെയ്യാം. കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2013 ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 1,70,000 രൂപ 1,70,000 കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കുക. 1,5 രൂപേൻ്റെ അടുത്ത് ലോൺ കൊടുക്കും. 10 രൂപ വണ്ടി ഇറക്കാം. അടുത്തതാണ് നമുക്ക് വീണ്ടും നമുക്കൊരു 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2014-15 രജിസ്റ്റർ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതാണ് ഫൈനൽ 1,80,000 രൂപ. 1,85. വീണ്ടും നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതെ, ഇത് ആകെ 60,000 കിലോമീറ്റർ ഓടി. 2013 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 1,75 കൊടുക്കാം. ആകെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ക്ലീൻ വണ്ടി കേട്ടോ. അടുത്തൊരു റെഡ് ഫിനിഷിംഗ് വണ്ടിയാണ്. 2018 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 2,20,000 രൂപ കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം ലോൺ എടുക്കാം. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത് വീണ്ടും ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 16-17 ആണ് വണ്ടി. ഇതാണെങ്കിൽ 2,20,000 രൂപ. 220 ഉറുപ്പിക വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത വീണ്ടും നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡല്? ഇത് 2017 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് ഒരു ഓഫർ റേറ്റിന് 2 ലക്ഷം രൂപ കൊടുക്കും. 2 ലക്ഷം രൂപ. അടുത്തൊരു BS6 വേരിയന്റ് തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു? 2020 മോഡൽ വണ്ടി, VXI വരുന്നത്. ഇതാണ് 3 ലക്ഷം രൂപ ഫുൾ ഓൺ ആയിട്ട് പോകുന്നത്. 3 ലക്ഷം രൂപ ഫുൾ ഓൺ. അടുത്ത് വീണ്ടും നമുക്കൊരു 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2012 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 1,65 കൊടുക്കും. 1,65. അടുത്തൊരു ഓൾട്ടോ കേട്ടൺ ആണ്. K സീരീസ് എഞ്ചിനാണ് വരുന്നത്. ഇത് 2012-13 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1,70,000 കൊടുക്കും. 1,70,000. അടുത്ത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു? നമുക്ക് 2009 മോഡൽ വണ്ടി, 85,000 രൂപ ഫൈനൽ. 85,000 രൂപ ഫൈനൽ. ഇടയിൽ നമുക്ക് കുടുങ്ങിയ 2 ഒരു സ്പെഷ്യൽ വാഹനങ്ങൾ. ചെറിയൊരു ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു മൊബിലിയോ വരുന്നുണ്ട്. ഹോണ്ടയുടെ വണ്ടി. പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതാണെങ്കിൽ 4,20,000 രൂപ കൊടുക്കാം. ഡീസൽ വണ്ടി അല്ലേ? 4 ലക്ഷം രൂപ അടുത്ത് ലോൺ കൊടുക്കും. ലോൺ കിട്ടും. അടുത്തൊരു റെനോ കിഡ് ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 553 നല്ല അടിപൊളി കളറാണ് വരുന്നത്. ഇങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2019 മോഡൽ. ഇത് ഫുൾ ഓൺ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. 2,80,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി കേട്ടോ. അടുത്തൊരു ഹോണ്ട സിറ്റി ആണ്. ഡീസൽ ആണത് പെട്രോൾ ആണ്? ഡീസൽ 2015 വണ്ടിയാണ്. 10-24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ഇതാണ് 3,80,000 രൂപ കൊടുക്കാം. 380. ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു സിറ്റി, അതും ഡീസൽ വണ്ടി അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ എടുക്കാം. 3,000 രൂപ അടുത്ത് ലോൺ എടുക്കാം. അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ വെർണയാണ്. നല്ല മൈലേജ് കാര്യങ്ങൾ, നല്ല ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ആൻഡ്രോയിഡ് സിസ്റ്റം, കമ്പനി അലോയ്സ്. ഇതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2010 മോഡലാണ്. 1,30,000 കൊടുക്കാം. 1,30,000 ഡീസൽ വരുന്നത് കേട്ടോ. ഡീസൽ വണ്ടി അല്ലേ? അടുത്തൊരു അമേസ് ആണ്. സെക്കൻഡ് ജനറേഷൻ ആണ്. അടിപൊളി കളറാണ്.
ഡീസലാണോ വണ്ടി വരുന്നത്? ഇത് ഡീസലാണ്. ഇനി വരാനുള്ളത് ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയുണ്ട്. VX വണ്ടികളെ വീഡിയോ പെട്ടെന്ന് വന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തത്. അത് 2018 മോഡലാണ്. ഇതും 2018 മോഡലാണ്. അത് ആ വണ്ടിയാണെങ്കിൽ നമുക്ക് 6,60,000 കൊടുക്കാം. ഇത് നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് 6,40,000 കൊടുക്കാം. WRV ആണെങ്കിൽ അതും ഉണ്ട്. അതും ആണെങ്കിൽ 6,75,000 ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അതാണ് ഹോണ്ടന് അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട്. മൈലേജ് നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് റിഡ്സുകൾ തുടങ്ങുകയാണ്. റിഡ്സ് തന്നെ നമുക്കൊരു പൊളി കളറാണ്, അടിപൊളി ഐറ്റാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2009 മോഡലാണ്. അതെ, ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ VDI വരുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 1,75,000 കൊടുക്കാം. 1,75 അല്ലേ? സെയിം. അടുത്തൊരു ബ്ലാക്കിൽ വരുന്നൊരു വണ്ടി, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ബ്ലാക്ക് റിക്സ് അപൂർവം ഉണ്ടാവുള്ളൂ. 2012 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ്, 3ാമത്തെ ഓണറാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ഫൈനലാണെങ്കിൽ 2,20,000 അടുത്തൊരു ഡീസൽ റിഡ്സ് തന്നെയാണ് വരുന്നത്. ഇത് 2009 മോഡലാണ്. ഇതാണെങ്കിൽ നമുക്ക് 1,75,000 കൊടുക്കാം. 1,75. വീണ്ടും നമുക്ക് വൈറ്റ് ഫിനിഷിംഗ്. ഇത് 2010 മോഡൽ, പുതിയ പേപ്പർ നമ്മൾ എടുത്ത് കൊടുക്കണേ. ഇതാണെങ്കിൽ 1,80,000 കൊടുക്കാം. 1,80 അല്ലേ? അടുത്ത വീണ്ടും നമുക്കൊരു ന്യൂ ഫേസ് ഒക്കെ വരുന്ന ഡ്രസ് ആണ്. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 2015 പെട്രോൾ ആണ്. ഇതാണെങ്കിൽ നമുക്ക് ഒരു 3,20,000 കൊടുക്കാം. മാക്സിമം ലോൺ 3 റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ലോൺ 20 റുപ്യേൻ്റെ വണ്ടി ഇറക്കാം. അതെ, വീണ്ടും നമുക്ക് ന്യൂ ഫേസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 57 കൊടുവള്ളി രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 14-15 രജിസ്റ്ററാണ്. ഇതാണ് 3,20,000 മാക്സിമം ലോൺ കൊടുക്കാം. ലോൺ ചെയ്യാം. അടുത്തൊരു പെട്രോൾ വേരിയന്റ് വേണമെന്നുള്ളവർക്ക് ഒരു പെട്രോൾ വേരിയന്റ് ആണ്, ന്യൂ ഫേസ് ആണ് വരുന്നത്. ഇത് 2013 ZXi വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. 3,00,000 കൊടുക്കും. 3,00,000 രൂപയ്ക്ക് അല്ലേ? അടുത്ത വീണ്ടും ന്യൂ ഫേസ് തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു? 2016 വണ്ടിയാണ്. ഇത് CNG വരുന്ന വണ്ടി. ഇത് മാക്സിമം ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം. 2,80,000 കൊടുക്കാം. അപ്പോൾ അത് മൈലേജ് ഒരു 10-25 മൈലേജും കിട്ടൂല. ഇനി ഡീസലിന് ആവശ്യമുണ്ട് 2015 മോഡൽ VDI ഉണ്ടാവും. ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ലോൺ വണ്ടി വരാനുണ്ട് വണ്ടി. അപ്പോൾ അതാണ് നമ്മൾ ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വരാം. അപ്പോൾ വിഷുവിനും വെക്കേഷനൊക്കെ നോക്കിയിട്ട് വാഹനം എടുക്കുന്ന സാധാരണക്കാരനായാലും എല്ലാ റേഞ്ചിലുള്ളവർക്കും നമുക്ക് ഫുൾ ലോണിലും 10-20 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. സണ്ണിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയിൽ നിന്നും നമ്മൾ തിരൂർ റോഡിൽ 2-ാലിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ എൻക്വയറീസ് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് റാഫിക സൈനിങ്.